സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് വോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം എന്നതിൻ്റെ ഉത്തരം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ മനസ്സിൽ പോലും ഉണ്ടാകാം. അവരത് സമ്മതിക്കില്ലെങ്കിൽ പോലും. എന്നിട്ടും സുരേഷ് ഗോപി തോൽക്കണം എന്ന ക്യാമ്പയിനുമായി നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉപകാരം ചെയ്തൊരു മനുഷ്യനെ എന്തുകൊണ്ട് തോറ്റ് കാണണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ചില കാരണങ്ങൾ പങ്കുവയ്ക്കണം തോന്നി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ്. അതെ, സുരേഷ് ഗോപിക്ക് സവർണരോടാണ് പ്രിയം. അദ്ദേഹം അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കാൻ കൊതിക്കുന്നയാളാണ്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപി എന്നൊരു മനുഷ്യൻ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതൊക്കെ ബ്രാഹ്മണർക്ക് വേണ്ടിയായിരുന്നു. അത് കൈപ്പറ്റിയവരിൽ പട്ടികജാതിക്കാരോ ആദിവാസികളോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരോ ഒന്നുമില്ലേ? ആ മനുഷ്യൻ രാജ്യസഭയിൽ പോലും ഏറ്റവും ഉറക്കെ ശബ്ദിച്ചിരിക്കുന്നത് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കും ആദിവാസികൾക്കൊക്കെ വേണ്ടി തന്നെയാണ്. ലൈവായി കണ്ടുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഉറപ്പിച്ച് പറയും. എന്തുകൊണ്ട് സുരേഷ് ഗോപി ബ്രാഹ്മണ ജന്മം ആഗ്രഹിച്ചു? അത് ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം ഹിന്ദുമത വിശ്വാസിയായ ഞാൻ ഒരു പള്ളിയിൽ ചെന്ന് കുർബാന കൈക്കൊള്ളണമെന്ന് പറഞ്ഞാൽ നടക്കും. അല്ലെങ്കിൽ മെക്കയിൽ പോയി നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂ. ഒന്നുകിൽ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൊതിക്കാം അടുത്ത ജന്മം ആ മതത്തിൽ ജനിക്കണേ എന്നതുപോലെ സുരേഷ് ഗോപി ആഗ്രഹിച്ചത് ശബരിമല അയ്യപ്പനെ, അതെ, ശബരിമലയിലെ അയ്യപ്പനെ എല്ലാ വിശേഷ ദിവസങ്ങളിലും നട തുറന്ന്, അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുളിപ്പിച്ച് ഒരുക്കി താലോലിച്ച്, ആ മോഹം സാധിക്കണമെങ്കിൽ താഴമൺ കുടുംബത്തിൽ ബ്രാഹ്മണനായി ജനിച്ചേ പറ്റും. അത് അവർക്ക് മാത്രം പതിച്ചു കൊടുത്തിരിക്കുന്ന സംഗതിയാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ആർക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്ന പോലെ ആർക്കുമാകാം ശബരിമല തന്ത്രി എന്നൊരു നിയമമൊക്കെ കൊണ്ടുപോകും. അതുവരെ അദ്ദേഹം അത് മോഹിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പം അത്രയേ ഉള്ളൂ. അല്ലാതെ ബ്രാഹ്മണനായി ജനിച്ച് സവർണരെ ആയി ജനിച്ചിട്ട് ഇനി അവർണരെയൊക്കെ ചവിട്ടി മെതിക്കണം, ഭരിക്കണം എന്നൊന്നും അല്ലല്ലോ അദ്ദേഹം മോഹിച്ചത്. അയ്യപ്പനെ പരിപാലിക്കാൻ വേണ്ടി മാത്രമല്ലേ. അപ്പം അത് അതിൻ്റേതായ രീതി മനസ്സിലാക്കി അനാവശ്യമായുള്ള ക്രൂശിക്കൽ ഒഴിവാക്കുക. പിന്നെ എന്താണ് പറഞ്ഞത്? സുരേഷ് ഗോപി ടാക്സ് വെട്ടിക്കുന്ന ആളാണെന്ന്. ഇത് പറയുന്ന കേട്ടത്തൊന്നും സുരേഷ് ഗോപി വാങ്ങുന്നൊരു ചോക്ലേറ്റിന് പോലും ടാക്സ് കൊടുക്കാറില്ലെന്ന്. പണ്ടെങ്ങോ നടന്ന സംഭവമാണ്. എൻ്റെ MP ആകുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് സമ്പന്നരും പ്രശസ്തരും ഒക്കെ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത് നമുക്കറിയാം. കാരണം കേരളത്തെ അപേക്ഷിച്ച് അവിടെ ടാക്സ് വളരെ കുറവാണ്. പക്ഷേ അത് അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം അവിടെ എന്ന് നിർബന്ധമുണ്ട്, നിയമമാണ്. സുരേഷ് ഗോപിയുടെ കോടതിയിലെ ക്ലെയിം അദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനും കോടതിയിൽ ഇടയ്ക്കുള്ള കാര്യമാണ്. തന്നെയുമല്ല, കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കടമ മറ്റ് 2 പ്രശസ്ത സിനിമാ താരങ്ങളോടൊപ്പം തന്നെ നിർവഹിക്കുകയും ചെയ്തു. എന്നിട്ടും ഒരു വ്യക്തിയെ മാത്രം തെരഞ്ഞു പിടിച്ച് ക്രൂശിക്കുന്നതിൻ്റെ കാരണം അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് ആരാണ് ഈ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്? ഇന്നും ഒരു തരി പൊന്നു വാങ്ങാൻ പോയാലും ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് വാങ്ങിച്ച് 1000 രൂപയെങ്കിലും 1000 ലാഭിക്കാൻ പറ്റിയാൽ അത് ചെയ്യുന്ന മലയാളി, അതല്ലെങ്കിൽ പെട്രോളിന് 2 രൂപ കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ അടുത്ത സംസ്ഥാനത്ത് പോയി പെട്രോൾ അടിക്കുന്ന മലയാളി, മദ്യത്തിന് വില കുറയുന്നിടത്ത് പോയി മദ്യം വാങ്ങുന്ന മലയാളി, അതായത് ചുരുക്കി പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ പറ്റുമ്പോഴൊക്കെ ടാക്സ് വെട്ടിക്കുന്ന മലയാളിയാണ് സുരേഷ് ഗോപി ഇതും പറഞ്ഞ് ക്രൂശിക്കുന്നത്. സ്വയം ചിന്തിക്കുക. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളിന്ന് എത്ര പ്രാവശ്യം ടാക്സ് വെട്ടിച്ചു? പിന്നെ എന്താ പറഞ്ഞത്? അദ്ദേഹം എല്ലാവരെയും ശപിക്കുന്ന ആളാണെന്ന്. അതൊരു ക്ഷേത്രത്തിൽ നടന്ന പ്രസംഗമാണ്. അത് ഞാനും കേട്ടതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞു വരുത്തുന്ന അദ്ദേഹം നിരീശ്വരവാദിയും സാധാരണക്കാരെയൊക്കെ ശപിച്ചു എന്നാണ്. അങ്ങനെയല്ല. നിരീശ്വരവാദികൾക്കും വിശ്വാസമുണ്ട്, അവരുടെ ഗുരുക്കന്മാരെ, അവരുടെ മാതാപിതാക്കളെ, അല്ലെ അവരുടെ ആശയങ്ങളെ. അപ്പം എൻ്റെയും നിങ്ങളുടെയും ആരുടെയും വിശ്വാസങ്ങളെ ധ്വംസിക്കാൻ വരുന്നവർ, നശിപ്പിക്കാൻ വരുന്നവർ നമുക്കിഷ്ടമില്ല. അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ ഭാഷയിൽ പ്രതികരിക്കും. അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർ നശിച്ച് കാണുന്നു, അങ്ങനെയുള്ളവർ, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായ ഭാഷയും രീതിയൊക്കെയാണ്. ഇപ്പം പിണറായി സഖാവിന് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി, മണിയാശാൻ അദ്ദേഹത്തിൻ്റെ ശൈലി, കോൺഗ്രസിലെ സുധാകരൻ സാറിന് അദ്ദേഹത്തിൻ്റെ ശൈലി എന്നൊക്കെ പറയും പോലെ സുരേഷ് ഗോപി ക്ഷേത്ര മൈതാനിയിൽ ഒരു പുലഭ്യവും പറഞ്ഞില്ല, ആരെയും പ്രതികരിച്ചു. അതിൽ തെറ്റില്ല.
ആരുടെയും തലവെട്ടാനോ കൈവെട്ടാനോ ഒന്നുമല്ല പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത പറഞ്ഞ് ക്രൂശിക്കാതിരിക്കുക. പിന്നെ സുരേഷ് ഗോപി MP ആയാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് ഗുണമുണ്ടാവൂ. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് ലെറ്ററുമായിട്ട് ചെന്നാൽ മാത്രമേ കാര്യം സാധിക്കൂ. എത്ര കുത്തിത്തിരിപ്പ് വാർത്തയാണ്! അതെങ്ങനെയാണ് വളച്ചൊടിച്ചിരിക്കുന്നത്! അതേ എന്താ പറഞ്ഞത്? ഉദാഹരണം പറഞ്ഞുതരാം. കണ്ണൂരുള്ളൊരു വൃദ്ധൻ നിർധനനാണ്. സുരേഷ് ഗോപിയെ കൊണ്ടൊരു കാര്യം സാധിക്കാനായിട്ട് ട്രെയിൻ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്നെങ്കിൽ നടക്കില്ലെങ്കിൽ നടക്കില്ലെന്ന് പറയും. ആ പുള്ളി പിന്നെ പറ്റുന്നതേ കേൾക്കാറുള്ളൂ. ഇനി അതല്ലെങ്കിൽ പറ്റുന്ന കാര്യമാണെങ്കിൽ ഈ കൊടുക്കുന്ന അപേക്ഷയുടെ കൂടെ വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് തരാൻ പറയും. അതില്ലെങ്കിൽ ഈ പാവം അവിടുന്ന് വെറും കൈയോടെ പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരേണ്ടി വരും. അത് കാണുമ്പോൾ കാരുണ്യമുള്ളൊരു ഹൃദയം അതാരായാലും പറയും, നിങ്ങളിങ്ങോട്ട് വരും മുമ്പ് അവിടെയുള്ള BJP ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളുമായി വന്നിരുന്നെങ്കിൽ കാര്യം സാധിച്ചു പോകാമായിരുന്നല്ലോ. രണ്ടാമത്തെ വരവ് ഒഴിവാക്കാം. എന്തേ അങ്ങനെ പറഞ്ഞ് തെറ്റാണോ? സുരേഷ് ഗോപി BJPക്കാരനായതുകൊണ്ട് BJP ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വരാൻ, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഇമെയിൽ അയപ്പിക്കുക എന്ന് പറയാനേ പറ്റൂ. കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ ഓഫീസിൽ പോയി കാണാൻ പറയാൻ പറ്റൂ? ഇല്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കി വളച്ചൊടിച്ച് പറയുന്നത് തെറ്റാണ്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അടുത്തത്, അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി വർഗീയ പാർട്ടിയാണ്. സുരേഷ് ഗോപിയോ അല്ലെ അദ്ദേഹത്തിനോട് ചേർന്ന് വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വ്യക്തികളോ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ജാതി മതം പറഞ്ഞ് ഏതെങ്കിലും പദ്ധതികളിൽ നിന്ന് ഒഴിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ സുരേഷ് ഗോപി വർഗീയവാദിയാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ കൈപ്പറ്റിയവരിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അദ്ദേഹം വർഗീയവാദിയാവും? പിന്നെ നിങ്ങളീ പറയുന്ന മണിപ്പൂർ, UP ആൾക്കൂട്ട കൊലപാതകം എന്തിൻ്റെ പേരിലായാലും ഏത് പാർട്ടിക്കാർ ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അതിന് സുരേഷ് ഗോപി ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. തന്നെയുമല്ല, കക്ഷിഭേദമന്യേ പല വീടുകളും സന്ദർശിക്കാൻ എനിക്ക് തോന്നി അടുത്ത കാലത്ത് സിദ്ധാർത്ഥിൻ്റെ വീട്ടിലും പോയിരുന്നു. ആ വ്യക്തിയാണ് സുരേഷ് ഗോപി. പിന്നെ ഈ മണിപ്പൂർ, UP യിലൊക്കെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ രാജ്യസഭ പാർലമെൻറ്റ് സെഷൻസൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ കാണുക. ശരിയാണ്, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അറിയുന്നവർക്ക് അത് വ്യക്തമായി മനസ്സിലാകുമെങ്കിലും അത് തർജ്ജിമ ചെയ്ത് വരുന്നുണ്ട്. അതല്ലെങ്കിൽ അത് മനസ്സിലാക്കിയവരോട് ചോദിച്ച് മനസ്സിലാക്കുക. സത്യം അറിയാതെ നല്ലൊരു മനുഷ്യൻ തോറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നാടിന് ഗുണം ചെയ്യില്ല. ഇനി പറയാനുള്ള തൃശ്ശൂരുകാരോടാണ്. നിങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ 5 വർഷമായി നിങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നന്മകൾ ചെയ്തൊരു മനുഷ്യൻ, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ, തൃശ്ശൂരിനും പുറത്ത്, കേരളത്തിനും പുറത്ത്, ഇന്ത്യക്കും പുറത്ത് ഉപകാരങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തെ ഒരു MP ആയി നിങ്ങളുടെ നാടിന് കിട്ടിയാൽ അത് നിങ്ങളുടെ നാടിനും വീടിനും വരും തലമുറകൾക്കും ഗുണം ചെയ്യും, ഉറപ്പാണ്. ബെസ്റ്റ് വിഷസ് ടു തൃശ്ശൂർ ആൻഡ് സുരേഷ് ഗോപി.